നിസ്തുലനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. മനുഷ്യായുസ് ക്ഷണികവും താൽക്കാലികവുമാണ്. ഈ മനുഷ്യായുസിൽ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ദൈവഹിതത്തിനായി ജീവിക്കുവാനും ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അറിയുക, we have only one life to live. നമുക്ക് ജീവിപ്പാൻ ഒരായുസ് മാത്രമേ ദൈവം നൽകിയിട്ടുള്ളൂ. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് പ്രസാദവും അനുഗ്രഹകരവുമാകുന്ന നിലവാരത്തിൽ ജീവിപ്പാൻ നാം ഏവരും ഒരുങ്ങേണ്ടുന്നത് ആവശ്യമാണ്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ ഇവിടെ വായിക്കട്ടെ. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. We have only one life to live. നമുക്ക് ജീവിപ്പാൻ ഒരായുസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നാം തിരിച്ചറിയുക, നാം ആരാണ്, നമ്മളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്. ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാം പാപികളായിരുന്നു, ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടവരായിരുന്നു. എന്നാൽ തൻ്റെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തനിമിത്തം ഇന്ന് നമ്മെ താൻ വിലയ്ക്ക് വാങ്ങി. ഇന്ന് നാം പാപികളല്ല, ഇന്ന് നാം ദൈവത്തിൻ്റെ മക്കളാണ്. ഇന്ന് നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇന്ന് നാം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവരാണ്. ആയതിനാൽ നമ്മുടേതാകുന്ന ജീവിതത്തിൻ്റെ ഉദ്ദേശങ്ങളെ നാം വ്യക്തമായി തിരിച്ചറിയുക. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, നമ്മിൽ വസിക്കുന്ന ആത്മാവിൻ്റെ ശക്തി യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ പര്യാപ്തമായതും ശത്രുവിൻ്റെ ആരോപണങ്ങൾക്കും ശത്രുവിൻ്റെ അവകാശവാദങ്ങൾക്കും കഴമ്പില്ല എന്നും, അല്ലെങ്കിൽ ശത്രുവിൻ്റെ അവകാശവാദങ്ങൾ നിഷ്ഫലമാണെന്നും തെളിയിച്ചതും ആണ് എന്ന് നാം മറന്നു പോകരുത്. അപ്പോൾ നമ്മിൽ വസിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് നാം ദൈവത്തിൻ്റെ ദാനമായി, ദൈവത്തിൻ്റെ മന്ദിരമായി നമ്മുടെ ശരീരങ്ങളിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വില ഇന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ വളരെ ധാർമ്മികതയോടും ഉദ്ദേശത്തോടും കൂടെ ജീവിക്കേണ്ടുന്നത് ആവശ്യമാണ്. മാത്രമല്ല, നമ്മുടെ ശരീരങ്ങളെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ ഇനി നാം നമുക്കുള്ളവരല്ല എന്നും അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി നമുക്കുണ്ടാകേണ്ടുന്ന ചില അറിവുകൾ: 1, നാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. 2, നാം ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. 3, നാം ദൈവത്തിനുള്ളവരാണ്. 4, പാപം ദൈവിക പദ്ധതികളിൽ നിന്ന് നമ്മെ അകറ്റുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ദൈവിക ഉദ്ദേശം നടക്കാതിരിക്കുവാൻ നമ്മളെ ദൈവത്തിങ്കൽ നിന്ന് അകറ്റിക്കളയുന്നു എന്നുള്ള തിരിച്ചറിവോടെ നാം ദൈവത്തെ മനഃപൂർവ്വമായി ആരാധിക്കുവാൻ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് ചോദിച്ചാൽ, നാം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നാം എന്താണ് ചെയ്യേണ്ടുന്നത്? 1, ഗ്ലോറിഫൈ ഗോഡ് വിത്ത് അവർ ബോഡി. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വീകരിക്കുക. താൽക്കാലികവും ക്ഷണികവുമാകുന്ന ഈ ലോകത്തിനായി അനേകം നിലകളിൽ പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ് നാം. അതോടൊപ്പം തന്നെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെയും ആവശ്യമാണെങ്കിൽ തന്നെ പിന്നെയും
നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ ആയിത്തീരണം. മഹത്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ദൈവത്തിന് അർഹമാകുന്ന സ്ഥാനം കൊടുക്കുക, അല്ലെങ്കിൽ ദൈവനാമത്തെ നാം ഉയർത്തുന്നവരായി തീരുക. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യത്തിൽ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവർ ദൈവത്തെ അനുഗമിക്കണം, ദൈവം അവരെ മാനിക്കും എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ നാം വ്യക്തമായി തിരിച്ചറിയേണ്ടുന്ന ഒരു ആത്മീയ കാഴ്ചപ്പാട് എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് സ്വർഗീയമാകുന്ന ഒരു പദ്ധതി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, വി ഹാവ് ആൻ ഇറ്റേണൽ റിവാർഡ്, സ്വർഗീയമാകുന്ന പ്രതിഫലം നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. ആയതിനാൽ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നാം നമുക്കുള്ളവരല്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി ദൈവത്തിൻ്റെ നാമത്തിന് തക്കതായ മഹത്വം കൊടുത്ത് ദൈവസന്നിധിയിൽ വിശ്വസ്തരായി ജീവിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ തുടർന്ന് നമുക്ക് ദൈവം ശേഷിപ്പിച്ചിരിക്കുന്ന നാളുകൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും ഭക്തിയോടും ആത്മീക കാഴ്ചപ്പാടോടും കൂടെ ആ ദർശനങ്ങളെ നിലനിർത്തിക്കൊണ്ട് നമുക്കൊരു നിത്യജീവൻ ഉണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടി മനുഷ്യായുസിൻ്റെ ക്ഷണികത എന്താണെന്ന് ഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ വിശ്വസ്തതയിൽ സേവിപ്പാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട നിൻ്റെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അർഹവും ആവശ്യവുമായ എല്ലാ ദൈവിക കൃപയും അനുഗ്രഹങ്ങളും നിൻ്റെ ജനത്തിൻ്റെ മേൽ സ്വർഗം കൽപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുരൂപമായി ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ നിൻ്റെ ജനത്തിന് മേൽ സ്വർഗം കൽപ്പിച്ചാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗീയ സമാധാനവും അനുഗ്രഹവും നിൻ്റെ ജനത്തിൻ്റെ മേൽ വെച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.